ഹായ് ഓൾ, വെൽക്കം ടു മൈ റെസിപ്പി വീഡിയോസ്. ഇന്നത്തെ റെസിപ്പി ബീഫ് ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇതിനായിട്ട് 1/2 കിലോ ബീഫിൻ്റെ ലിവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് 3 വിസിൽ വരെ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ 2 വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇനി ഒരു ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം, 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ റോസ് സ്മെൽ മാറുമ്പോൾ ഇതിലേക്ക് 4 മീഡിയം സൈസിലുള്ള ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് വാടി വന്നാൽ ഇനി ഇതിലേക്ക് പൊടികളിടാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. പൊടികളുടെ റോസ് സ്മെല്ല് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നേരത്തെ വേവിച്ചെടുത്ത ബീഫിൻ്റെ ലിവർ ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ബീഫിൻ്റെ ലിവറിലേക്ക് എല്ലാ മസാലയും പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ബീഫ് ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതുപോലത്തെ റെസിപ്പി വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫീഡ്ബാക്ക് കമൻറ്റുമായി അറിയിക്കുക. താങ്ക് യു.